യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ മോളെ, അവിടെ നിന്നോടൊപ്പം ആരും ഇല്ലേ കൂട്ടിന്? താക്കോലിനോട് അവിടെ തന്നെ കാണണമെന്ന് കൊച്ചുമുതലാളി പ്രത്യേകം പറഞ്ഞതാ. താക്കോലില്ലേ അവിടെ? ഉണ്ണിയമ്മാവനും ഇല്ലേ? ഉണ്ണിയമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, നീ മാത്രമേ അവിടെ ഉള്ളൂന്ന്. ഹായ് ബോസേ, ഓക്കേണാ? സെറ്റ്. ദേ ആളെ കണ്ടോ? താക്കോലേ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഫുൾ ടൈം അവിടെ തന്നെ കാണണമെന്ന്. ഇനി മുതലേ നീ എന്റെ സെക്രട്ടറി മാത്രമല്ല, അഞ്ജനയുടെ കെയർ ടേക്കറോ, ബോഡി ഗാർഡ്. ഓക്കെ ഓക്കെ. ആ ഫോണൊന്ന് ഉണ്ണിയമ്മാവന് നേരെ കാണിച്ചേ. നാളെ രാവിലെ മാഡം ഡിസ്ചാർജ് ആവും. ആദ്യം മാഡവും ഗീതമ്മ മാഡവും അവിടെ എത്തി സ്വീകരണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. പിന്നെ ഞങ്ങളും എത്തും. ആ സമയത്ത് ഉണ്ണിയമ്മാവൻ അവിടെ ഉണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം. മോളെ, ഞാൻ വീട് വരെ ഒന്ന് പോവും. മോളെത്തുമ്പോഴത്തേക്ക് ഞാൻ എത്താം. ഈശ്വര, നല്ലൊരു ദിവസമായിട്ട് എന്റെ മോൾക്ക് ആശുപത്രി കഴിയേണ്ടി വന്നല്ലോ. നിന്റെ കാര്യം മാത്രമല്ല, രൂപേഷ് മോനെ കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. സാരമില്ല ഉണ്ണിയമ്മാവ, എല്ലാം മാഡത്തിന് വേണ്ടിയല്ലേ. ഇന്നുകൊണ്ട് ഈ ദോഷമൊക്കെ അങ്ങ് തീർന്നു കിട്ടിയാ മതി. വിധി അങ്ങനെയൊന്നുമില്ല മോളെ. മനുഷ്യർ നിസ്സഹായരാകുമ്പോ, പ്രതിസന്ധി ഉണ്ടാകുമ്പോ വിധിയെ പഴിച്ചാരി രക്ഷപ്പെടും. ഇല്ലമ്മാവ, എന്നെ ജീവിതാവസാനം വരെ വിധി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് കണ്ണീര് വീഴുമ്പോ, അത് പുഴ പോലെ ഇങ്ങനെ ഒഴുകുമ്പോ, എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാ. ഉണ്ണിയമ്മാവ, ഞാനൊന്നും പറയുന്നില്ല. ബൈ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ആശ്വാസം തോന്നുന്നുണ്ടോ? വീട്ടിലേക്ക് വിടാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ പകുതി ആശ്വാസമായി. നിങ്ങൾ ഇന്നലെ വീട്ടിൽ ചെന്ന് കയറിയില്ലെന്ന് അറിഞ്ഞപ്പോ മുതലുള്ള ആദ്യമായിരുന്നു കൂടുതല്. കല്യാണം കഴിഞ്ഞ വധുവിനെ വീട്ടിൽ വിളക്ക് കൊളുത്തി സ്വീകരിക്കുക കൂടി ചെയ്താലേ ആ ചടങ്ങ് പൂർത്തിയാകൂ. ഇത് പാതി വഴിയിൽ നിർത്തിയതുപോലായില്ലേ? അതുമാത്രമല്ല, ആദ്യ രാത്രി ഇവിടെ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നില്ലേ? ഗീതമ്മ, കുട്ടികൾക്ക് വല്ല ദോഷം ഉണ്ടോ എന്ന് തിരുമേനിയോട് ചോദിക്കണം. ഇന്ന് കുടിവെപ്പ് നടത്താനുള്ള സമയവും വിളിച്ചു ചോദിക്കണം. മുത്തശ്ശിയെല്ലാം ചോദിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏട്ടത്തി അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. യഥാർത്ഥത്തിൽ ഇന്നൊന്നും മാഡത്തെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ടൈം ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടുമില്ല. മാഡത്തിന്റെ ബോഡി ശരിക്കും ഇപ്പോഴും വീക്കാണ്. മാഡം നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാ ഞാനത് സമ്മതിച്ചത്. പിന്നെ ഇവരുടെ സമരവും. സമരോ? ഇവരെ കണ്ടില്ലേ? മണ്ഡപത്തിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഇവര് കല്യാണ വേഷം പോലും അഴിക്കാതെ നടത്തിയ ഈ നിൽപ്പ് സമരം. അതിവിടെ ഹോസ്പിറ്റലിൽ തന്നെ വലിയ ചർച്ചയായി. ശരിക്കും ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിവരോട് പറഞ്ഞതാ
റൂമിൽ പോയി ഈ വേഷവും ഓർണമെന്റ്സും ഒക്കെ അഴിച്ചു മാറ്റി ഒന്ന് റിലാക്സ് ആവാൻ. കേൾക്കണ്ടേ? ഞങ്ങള് മാത്രല്ല, ഗീതമ്മ മാഡവും അതേ വേഷത്തിൽ തന്നെ നിൽക്കല്ലേ. എനിവേ, വീട്ടിൽ പോയാലും മാഡത്തിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങളുടെ ഒരു നഴ്സിനെ 2-3 ദിവസത്തേക്ക് മാഡത്തെ പരിചരിക്കാൻ അങ്ങോട്ട് അയക്കാം. ഏതായാലും ഇവരുടെ കല്യാണ വേഷത്തിലുള്ള ഈ നിൽപ്പ് സമരം സക്സസ് ആയി. ഡോക്ടർ ഒന്ന് വീട്ടിലേക്കൊക്കെ വരണം. ഓക്കെ. ട്രീറ്റ്മെന്റിനേക്കാൾ എന്നെ പെട്ടെന്ന് സുഖപ്പെടുത്തിയത് ഡോക്ടറുടെ ഈ സമീപനമാ. താങ്ക് യു ഡോക്ടർ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. ശരി. ഗിരിജേ, നീ പോയി അവരെ സ്വീകരിക്കാനുള്ള താലവും വിളക്കൊക്കെ എടുത്തോണ്ട് വാ. പിള്ളേർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയണമെന്നില്ല. ചെല്. ഓ പിന്നെ അവളെ താലം എടുത്ത് സ്വീകരിക്കാനേ എന്റെ പട്ടി പോവും. എങ്ങനെ ഈ സ്വീകരണം മുടക്കാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാ. ഗിരിജ ചെല്ല്, വിളക്കെടുക്ക്, താലം എടുക്ക്. അമ്മ, ഞാൻ പറഞ്ഞതൊക്കെ അമ്മ മറന്നോ? അമ്മയുടെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ സമയമല്ലേ ഇത്? അങ്കിളെ, ആന്റി, ആ പുതിയതായിട്ട് കിട്ടിയ പ്രസന്റേഷൻ വിളക്കുകൾ ഒരുപാട് സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്. അതിലേതെങ്കിലും എടുക്കുന്നതല്ലേ നല്ലത്? പുതിയ പെണ്ണിനെ സ്വീകരിക്കാം പുതിയ വിളക്ക്. പൂജാമുറിയിൽ വിളക്കും തട്ടും എടുത്തു വെച്ചിട്ടാ ഗീതമ്മ ചേച്ചി കല്യാണത്തിന് പോയത്. അതിങ്ങി എടുത്തോണ്ട് വന്നാ മതി. അതെ. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എടി, ആ അരത്ത വെള്ളം കൂടി എടുക്കണം. വാ, നിങ്ങൾ വാ വാ വാ. അമ്മ, എന്താ ഈ അരത്ത വെള്ളം? ഓ, ആരതി ഒഴിയാൻ എടുക്കുമ്പോ ഒരു പാത്രത്തില് ചുവന്ന കളറിൽ കലക്കി വെച്ചിരിക്കുന്നതിനെയാ അരത്ത വെള്ളം എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, ചുണ്ണാമ്പും മഞ്ഞളും വെള്ളവും കൂടെ ചേർത്തുണ്ടാക്കുന്നതാ. ആരതി ഒഴിഞ്ഞിട്ട് ഈ അരക്ക വെള്ളം മുറ്റത്ത് കൊണ്ടുപോയി കമഴ്ത്തിക്കളയും. ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനുള്ള ചടങ്ങാത്. ആ, നിങ്ങൾ ഈ പറഞ്ഞ അരത്ത വെള്ളത്തിൽ സമൂലം കുളിപ്പിച്ച് കയറ്റിയാ പോലും തീരാത്തത്ര ദോഷം കൊണ്ടല്ലേ അവള് വന്ന് കേറുന്നത്. താലി കഴുത്തിൽ വീണപ്പോ ഈ വീട്ടിലെ വിളക്കല്ലേ കെട്ടുപോയത്. ഓ അല്ല, കെടാൻ പോയത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി ആ പാപമൊന്നും ഒഴിഞ്ഞു പോവില്ല. ഇവളെ ഇങ്ങോട്ട് കയറ്റി ഈ തറവാട് മുടിപ്പിക്കാതെ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ കെട്ടിയെടുത്താ മതിയായിരുന്നു. നീ തൽക്കാലം ഒന്ന് അടങ്ങ്. ഒന്നാമതേ സുഖമില്ലാതെ അവശയായിട്ടാ ചേച്ചി വരുന്നത്. വന്ന് കേറുമ്പോ അനിഷ്ടം ഒന്നും കാണിക്കല്ലേ. അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വന്ന് കേറുന്നത്. അല്ലെങ്കിൽ തന്നെ എന്ത് കേറാനിരിക്കുന്നു? അവൾ ഇവിടെ തന്നെ അല്ലായിരുന്നോ? ആ, നീ രഞ്ജിനിയെ കണ്ടില്ലേ? അവള് കല്യാണത്തിന് പോലും വരാതെ മാറി നിന്നവളാ. സമയത്ത് മുത്തശ്ശിയുടെ കൂടെ എല്ലാം റെഡിയാക്കാൻ ആ വീണ നിൽക്കുന്നത് കണ്ടോ? എന്നാ ഇവിടെ രണ്ടെണ്ണം, അമ്മയും മോളും മോന്തെ വീർപ്പിച്ച് നിൽക്കല്ലേ. എന്റെ ഗിരിജെ, നീ എന്നെ കണ്ടുപിടിക്കേ. ഇപ്പോ ചേച്ചി വരുമ്പോ നോക്കിക്കോ, ഇങ്ങനെ ചിരിയെടുത്ത് ഫിറ്റ് ചെയ്ത്. ഓ അല്ലല്ലോ, ചേച്ചിക്ക് സുഖമില്ലാത്തതല്ലേ? ശോകമാണ് വേണ്ടത്. എന്റെ ചേച്ചി, ഞാൻ ആശുപത്രിയിലോട്ട് വരാൻ ഇറങ്ങുമായിരുന്നു. അപ്പോഴാ ഇതാ വേണ്ടത്. കണ്ടില്ലേ? ആ, വീടിനകത്തേക്ക് കയറരുത്. കസേര എടുപ്പിച്ച് വേണമെങ്കിൽ പുറത്തിരിക്കാം. പിന്നെ സമയമാകുമ്പോൾ ഞാൻ ദർശനെ ഫോണിൽ വിളിക്കാം. അപ്പോ
നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വന്നാൽ മതി. ഞാനും ഏട്ടത്തിയും കൂടി അവിടെ എല്ലാം ഒരുക്കട്ടെ. ഏട്ടത്തി ഇപ്പോൾ അവിടെ എത്തിക്കാണും. ഞാൻ ചെല്ലട്ടെ.